ഹലോ ലിസ്വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെറിയൊരു ഫ്രോക്കാണ് തയ്ക്കാനായിട്ട് പോകുന്നത്. 40 ഇഞ്ച് വീതിയാണ് ഈ തുണിക്കുള്ളത്. ആ തുണീനെ നമ്മൾ 4 ആയിട്ട് മടക്കി, ഒന്നും മടക്കി പിന്നെ രണ്ടാമതൊന്നും കൂടെ മടക്കി, അങ്ങനെ 4 ആയിട്ട് മടക്കിയാണ് നമ്മൾ തുണി ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിന് വേണ്ടി ഇറക്കം 20 ഇഞ്ച് ഇറക്കമാണ് ഉടുപ്പിന് വേണ്ടിയത്. അപ്പം 20 ഇഞ്ചിൽ നമ്മൾ അടിയിലേക്ക് ഒരു ഫ്രില്ല് വെക്കുന്നുണ്ട്. അതിനൊരു 4 ഇഞ്ച് പോകും. അപ്പോൾ 20ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ പിന്നെ 16 ഇഞ്ച്. പിന്നെ മുകളിലേക്ക് കഴുത്തിന് നമ്മൾ പീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു 3 ഇഞ്ച് അവിടെ നമുക്ക് കുറയ്ക്കാം. അപ്പം 16ൽ നിന്ന് 3 കൂടെ പോയാൽ പിന്നെ 13 ഇഞ്ച്. ആ 13 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 14 ഇഞ്ചാണ് നമ്മളിവിടെ വെട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് 14 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാം. അങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു പീസ് ഇങ്ങോട്ട് മുറിച്ചെടുക്കും. ഇപ്പം നമുക്ക് 4 ആയിട്ട് മടക്കിയിട്ടപ്പോൾ നമുക്കവിടെ കിട്ടിയിരിക്കുന്ന വണ്ണം എന്ന് പറയുന്നത് 10 ഇഞ്ചാണ് നമുക്കവിടെ കിട്ടിയിരിക്കുന്ന വണ്ണം. ഇനി നമുക്ക് ഈ കുട്ടിക്ക് വേണ്ടി വണ്ണം ഒരു 24 ഇഞ്ച് വണ്ണമാണ് വേണ്ടിയത്. 24നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 6 കിട്ടും. 6ൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് നമ്മൾ 7 ഇഞ്ച് വണ്ണം നമുക്ക് മുകളിൽ അടയാളപ്പെടുത്താം. അതിൽ നിന്ന് താഴെ ആ കോർണറിലേക്ക് വരച്ചെടുക്കാം. ഇനിയിപ്പോൾ ആ വരച്ച പാടിൽ കൂടെ നമുക്ക് വെട്ടിയെടുക്കാം. നമ്മളൊരു പീസ് ലൈനിങ്ങും കൂടെ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് 4 ആയിട്ട് നമ്മൾ മടക്കിയിട്ടു. അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ആദ്യം വെട്ടി വെച്ചിരിക്കുന്ന പീസ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. മോൾ ഭാഗമൊക്കെ ഒപ്പം വെച്ച് വെട്ടിയെടുക്കുക. അടിയിൽ കുറച്ച് വീതി കുറവുണ്ട്, സാരമില്ല. നമുക്ക് അടിയിലോട്ട് വീതി കുറവാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അപ്പം മോൾ ഭാഗം നമുക്ക് ഒരേ വീതി വേണം. ആ വീതിയിൽ നമുക്കതങ്ങോട്ട് വെട്ടിയെടുക്കാം. പിന്നെ ഇറക്കം അത്ര വേണ്ട, അതിൽ നിന്നും ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് ഇറക്കം വെട്ടിയെടുത്താൽ മതി. 2ൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇനി നല്ല പീസ് മുകളിലായിട്ട് വിരിച്ചിടാം. നല്ല പീസിൻ്റെ മുകളിലേക്ക് ലൈനിങ് എടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ താഴ്ഭാഗം ഒന്നും അടിക്കേണ്ട, മുകൾ ഭാഗം മാത്രം ഒരു 1/2 ഇഞ്ച് തുമ്പിട്ടിട്ട് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 2 പീസും. ഇനി നമ്മൾ ഫ്രില്ലെടുക്കാനാണ് പോകുന്നത്. നേരത്തെ മടക്കി വെച്ചിരുന്ന പോലെ തന്നെ 20 ഇഞ്ച് വണ്ണം ഉണ്ടല്ലോ നമുക്കതിന്, അത് 4 ആയിട്ട് തന്നെ മടക്കി വെച്ചിരിക്കുന്നതാണ്. അതേം തന്നെ എടുത്താൽ മതി. നമ്മളൊരു 5 ഇഞ്ച് ഇറക്കത്തിലാണ് പിന്നെ ഫ്രില്ലിനെടുക്കുന്നത്. കാരണം 2 സൈഡും അടിച്ചു പോകുന്നതല്ലേ. അപ്പം തുമ്പിനും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ 5 ഇഞ്ച് എടുത്തേക്കുന്നത്. 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് 2 സൈഡിലും മാർക്ക് ചെയ്യാം. അത് നമുക്ക് അങ്ങനെ ഒരു പീസിങ് വെട്ടിയെടുക്കാം. ഇത് എടുത്തു വെച്ചിട്ട് നമുക്കിതുപോലെ ഒരു 4 പീസ് വേണം ഫ്രില്ല്. ഇനി നമ്മൾ കഴുത്തിനും ഫ്രില്ലാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാൻഡാണ് നമ്മളിപ്പോൾ വെട്ടാൻ പോകുന്നത്. അതൊരു 2.5 ഇഞ്ച് വീതിയിൽ മുറിച്ചെടുക്കാം. ഇനി കഴുത്തിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രില്ലിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 ഇഞ്ച് വീതിയിൽ 2 പീസ് മുറിച്ചെടുക്കണം. നമ്മൾ കൈക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്ന ആ പീസ് നമ്മൾ ഞൊറിയിട്ടെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഞൊറിയിട്ടെടുത്തിരിക്കുന്ന ഒരു 18 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ അതിൻ്റെ നീളം നമുക്ക് ആവശ്യമുള്ളത്. 18 ഇഞ്ച് നീളത്തിൽ ഞൊറി ഇട്ടിരിക്കുകയാണ് 2 എണ്ണം, 2 സൈഡിലും വെക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ സൈഡിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാൻഡിന് വേണ്ടി നമ്മൾ തുണി മുറിച്ചിട്ടുണ്ടായിരുന്നു. ആ ബാൻഡിൻ്റെ അതും നമ്മൾ ഒരു സൈഡ് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒരു സൈഡിൽ കൂടെ നമുക്ക് അങ്ങോട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് അടിച്ച് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തുമ്പ് ഒളിച്ചിരിക്കാനായിട്ട് നമ്മളതിൻ്റെ ലൈനിങ് വെച്ച് മറിച്ച് അടിച്ചിരിക്കുകയാണ്. മറിച്ചടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്തടിച്ചു. അതിൻ്റെ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിരിക്കുകയാണ്. 2 പീസും അതുപോലെ നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് 2നെയും സെൻറ്റർ ആയിട്ടൊന്ന് മടക്കാം. സെൻറ്ററായിട്ട് നമ്മൾ മടക്കി വെച്ചിരിക്കുകയാണ്. ആ മടക്കിൽ നമ്മളൊരു മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ആ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഒരു 2.5 ഇഞ്ച് അകലം അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിലേക്ക് 2.5 ഇഞ്ച് അകലത്തിൽ ഒന്നുകൂടെ മാർക്ക് ചെയ്യാം.
കുറച്ച് താഴെയായിട്ട് ഒന്നും കൂടെ പിന്നെ അങ്ങനെ തന്നെ മാർക്ക് ചെയ്യാം. 2.5 വെച്ച് മാർക്ക് ചെയ്യാം. ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. ഇപ്പം മാർക്ക് ചെയ്ത 2 മാർക്കുകളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇപ്പോൾ വരച്ചിരിക്കുന്ന വരയിൽ നമുക്ക് 6 ഇഞ്ച് അടയാളപ്പെടുത്താം. 2 സൈഡിലും അതുപോലെ തന്നെ അടയാളപ്പെടുത്താം. ഇപ്പം ചെയ്തതുപോലെ തന്നെ അടുത്ത പീസയിലും നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം. നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന 2 പീസും ഓപ്പോസിറ്റ് സൈഡിലേക്ക് 6 ഇഞ്ച് അകലത്തിൽ വെക്കുക. രണ്ടും തമ്മിൽ 6 ഇഞ്ച് അകലത്തിൽ വെക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഫ്രില്ല് മുകളിലേക്ക് അറ്റം വരെ വെക്കുക. നമ്മൾ 18 ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മുകളിലേക്ക് 2 വശത്തും 2 ഫ്രില്ലും എടുത്തു വെക്കുക. ഇനി അതിന് മുകളിലേക്കാണ് നമ്മൾ ബാൻഡ് അടച്ചു വെച്ചേക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് വെക്കുക. അത് തുമ്പ് ഒളിച്ച് മറിച്ചെടുത്തിരിക്കുന്നതാണ്. ആ മറിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ആ ഫ്രില്ല് അടിച്ചിരിക്കുന്ന അടിപ്പ് കാണാതെ അതിൻ്റെ മുകളിലേക്കായിട്ട് വെക്കുക. നമ്മൾ ആ മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടെ വേണം ആ ബാൻഡിൻ്റെ അറ്റം വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ പുറയിലേക്കായിട്ട് നമുക്ക് ആ ഫ്രില്ല് വരാവുള്ളൂ. ഇല്ലെങ്കിൽ കഴുത്തിൻ്റെ അകലം കുറഞ്ഞു പോകും. അങ്ങനെ വെച്ചിട്ട് നമുക്കൊരു പിൻ ചെയ്ത് കൊടുക്കാം അവിടെ. അല്ലെങ്കിൽ മാറിപ്പോകും 2 പീസും തമ്മിൽ അടിക്കുമ്പോൾ. ഇനി നമ്മൾക്ക് അതിൻ്റെ മുകളിൽ കൂടെ ബാൻഡിൻ്റെ 2 സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കണം. നമ്മൾ ഫ്രില്ല് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ണമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. വണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട് അകവശം എടുക്കുക. മുകൾ ഭാഗത്തൊരു 12 ഇഞ്ച് വണ്ണത്തിൽ വണ്ണം അടയാളപ്പെടുത്തുക. ഫ്രില്ല് ഉള്ളിലേക്ക് പോകണം. ഫ്രില്ലിൽ കൂട്ടി അടിക്കരുത്. ഇനി മുകളിലത്തെ വണ്ണം നമ്മൾ 12 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. 2 സൈഡിലേക്കും തുല്യമായിട്ട് വീതിയിട്ടിട്ട് വേണം അടയാളപ്പെടുത്താൻ. ഇനി അവിടെ നിന്ന് താഴേക്ക് അടിയിലേക്ക് ചെരിച്ചങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി. അടിക്കുമ്പോൾ ഫ്രില്ല് ഉള്ളിലേക്ക് പോകണം. ഫ്രില്ലിലെ കൂട്ടി അടിക്കരുത്. ഒരു സൈഡ് മാത്രം ഇപ്പോൾ മാർക്ക് ചെയ്തെങ്കിൽ ഒരു സൈഡ് മാത്രം ഇപ്പോൾ അടിക്കാം. എന്നിട്ട് നമുക്ക് ഫ്രില്ലൂടെ പിടിപ്പിച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ സൈഡ് കൂട്ടി പിടിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ഇതാ ഒരു സൈഡ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മടക്കി കൊടുക്കും. ഒന്നുകൂടെ മടക്കി ഇടുക. സൈഡിൽ നിന്ന് 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യാം. ഇനി ആ മാർക്കിൽ നിന്ന് വളച്ച് വാടി ഭാഗം വളച്ചു കൊടുക്കാം. 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി കൊടുക്കുന്നത് സൈഡ് ഇങ്ങനെ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ഭാഗം വെട്ടി മാറ്റാം. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ഫ്രില്ല് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് അടിഭാഗത്തും കൊടുക്കണം, ഒന്ന് മുകൾ ഭാഗത്ത് കുറച്ചുകൂടെ കയറ്റി ഒന്നും കൂടെ കൊടുക്കാൻ. അങ്ങനെ 2 സ്റ്റെപ്പ് കൊടുക്കാനാണ്. അങ്ങനെ അടിഭാഗത്തേക്ക് വെച്ചിട്ട് ചുറ്റിലും അടിച്ചു കൊടുക്കണം. എന്നിട്ട് മറിച്ച് ഇട്ട് കൊടുക്കുക. ഇനി അതിന് മുകളിലേക്ക് വെക്കുന്നത് അവിടെ നിന്ന് നമുക്കൊരു 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും കൊടുക്കാം. അതുപോലെ തന്നെ മറുഭാഗത്തും മാർക്ക് ചെയ്യണം. ആ വരയിൽ കൂടെ ഫ്രില്ല് അകവശം വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ടും പുറത്തേക്ക് മറിച്ചെടുക്കുന്നതാണ്. അപ്പോൾ തുമ്പ് കാണാതിരിക്കും. നമ്മൾ 2 ഫ്രില്ലും അടിച്ചു കഴിഞ്ഞു. ഒന്ന് അടിഭാഗത്ത് വെച്ചു, പിന്നെ ഒരെണ്ണം മുകളിലോട്ട് കയറ്റിയും വെച്ചു. ഇനി നമുക്ക് സൈഡും കൂടെ കൂട്ടി പിടിപ്പിക്കണം. നമ്മൾ സൈഡ് നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആ മാർക്ക് കൂടെ അങ്ങ് താഴെ വരെ അടിച്ചു കൊടുക്കുക.